ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായതോടെ പ്രതിരോധത്തിലായി സംസ്ഥാന സർക്കാർ. പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരി ഗോവർദ്ധനനും പിന്നാലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം എത്താൻ സാധ്യത. SIT അന്വേഷണത്തിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചതിലും പാർട്ടി കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, നോക്കൂ, രണ്ടുപേർ കൂടി പിടിയിലാകുന്നു. അവരിൽ നിന്ന് നിർണായകമായൊരു വെളിപ്പെടുത്തൽ വരുന്നു. പോറ്റിക്ക് 1.5 കോടി രൂപ പല ഘട്ടങ്ങളിലായി കൊടുത്താണ് സ്വർണം വാങ്ങിയത് എന്ന്. മറുവശത്ത് വെല്ലുവിളി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കടകംപള്ളി. തെളിവുകൾ ഹാജരാക്കൂ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായിരിക്കും കടകംപള്ളിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ? ഈ പ്രതികളൊക്കെയും തനിച്ച് ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തരാണെന്ന് കരുതാനാകുമോ? കൃഷ്ണരാജ്, എന്ത് കുറ്റം ചെയ്താലും സംരക്ഷിക്കാൻ ഒരാള് ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം അത് ഇടത് കേന്ദ്രങ്ങൾക്ക് അത് ആദ്യമായിട്ടൊന്നുമല്ല. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സംരക്ഷണം ഒരുക്കാൻ ഉണ്ടാകും എന്നുള്ളൊരു ആത്മബലം അത് പല ഘട്ടങ്ങളിലും, ഈ കേസ് മാത്രമല്ല പല കേസുകളിലും അത് അങ്ങനെ തന്നെയാണ്. സമാനമായി തന്നെയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിലും ആത്മവിശ്വാസം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ ദേവസ്വം മന്ത്രിക്ക് ലഭ്യമാകുന്നതും ആ ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം ഈ ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക പിന്നീട് മാറി. ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല. ഇതുവരെയും ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് SIT സംഘം നൽകിയിട്ടുമില്ല. ആ സാഹചര്യത്തിലുള്ള ആത്മവിശ്വാസം കടകംപള്ളി സുരേന്ദ്രനുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ള 2 നിർണായകമായിട്ടുള്ള അറസ്റ്റ് മാത്രമല്ല, അറസ്റ്റിന് ശേഷം നൽകിയിട്ടുള്ള ചില മൊഴികൾ, 1.5 കോടിയോളം രൂപ ഗോവർദ്ധനായിട്ടുള്ള സ്വർണ്ണ വ്യാപാരി അദ്ദേഹം പോറ്റിക്ക് നൽകിയിട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ. ആ ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്, പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, എത്ര കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതൊക്കെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ആ സാഹചര്യത്തിൽ ഇടത് കേന്ദ്രങ്ങൾക്ക് ചെറിയ ഞെട്ടലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഹൈക്കോടതി അടക്കമുള്ളവർ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചൊരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ശങ്കർദാസ് അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല, അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. CPMന്റെ വലങ്കൈയായിരുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനൊക്കെ ആയി ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന A. പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നു. N. വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി ആരായിരിക്കും ആ ചെസ്റ്റ് നമ്പറായിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ആശങ്ക CPM കേന്ദ്രങ്ങൾക്കുണ്ട്. അതിന് എത്തുന്നത് ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്കായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരു ഞെട്ടൽ CPMന്റെ കേന്ദ്രങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ആഞ്ഞടിച്ചൊരു സാഹചര്യമുണ്ട്. പല മേഖലകളിലും തലസ്ഥാനത്തടക്കം ശബരിമല വിഷയം ഒരു പ്രാദേശിക വിഷയത്തിൽ ഒതുങ്ങേണ്ട തെരഞ്ഞെടുപ്പ് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിർണായകമായി സ്വാധീനമായത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. CPMും അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള കേസെടുക്കൽ നടപടിയിലേക്കൊക്കെ പോയി പിന്നീടത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ കേസ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നു, തിരിച്ചടി ഉണ്ടായി. തൊട്ടു പിന്നാലെ ഇനിയിപ്പോൾ നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അതിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ആ ഘട്ടത്തിലും CPM കേന്ദ്രങ്ങൾക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനവും ഒപ്പം തന്നെ SIT സംഘം ആ കോടതിയുടെ വിമർശനമേറ്റ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് എത്തി നിൽക്കുക കടകംപള്ളി സുരേന്ദ്രനിലേക്കായിരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം ചില നിർണായക വെളിപ്പെടുത്തലുകൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നടത്തി, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോഴൊക്കെ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുള്ളത്. ഫേസ്ബുക്കിലൂടെയൊക്കെ തെളിവുകൾ പുറത്തുവിടട്ടെ, അന്വേഷണ സംഘത്തിന് കൊടുക്കട്ടെ എന്നൊക്കെയുള്ള പരസ്യ പ്രതികരണം അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. എന്തായാലും അന്വേഷണം ഇനി ഏത് തരത്തിൽ നീങ്ങുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഏതെങ്കിലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അങ്കലാപ്പിലാവുകയാണ് CPM. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പത്മകുമാറിൽ അറസ്റ്റുകൾ അവസാനിപ്പിച്ചു വെക്കാം എന്ന് കരുതിയെങ്കിൽ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ സ്ഥിതി മാറുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ SIT സംഘത്തെ സർക്കാരും പിണറായിയും പാർട്ടിയും ഒക്കെ ചേർന്ന് പിടിച്ചു നിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പക്ഷെ മറുവശത്ത് ഹൈക്കോടതി നിരന്തരം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നില്ല, എന്തുകൊണ്ട് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അതൊക്കെ പാർട്ടിക്കും സർക്കാരിനും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.